എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയാണ് പരിചയപ്പെടുന്നത്. ശ്രീ നാഗാർജുൻ്റെ ഏക് ചോട്ടി സി കവിത, ഒരു ചെറിയ കവിത. ആദ്യം നമുക്ക് നാഗാർജുനെ ഒന്ന് പരിചയപ്പെടാം. പ്രഗതിശീൽ जनवादी कवि श्री नागार्जुन आधुनिक हिंदी साहित्य के प्रमुख साहित्यकार है. പ്രഗതിവാദി സാഹിത്യകാരനാണ്. ജനവാദി സാഹിത്യകാരനായിട്ടുള്ള നാഗാർജുൻ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ്. യുഗധാര അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് യുഗധാര. ഔർ താലാബ് കി മച്ലിയാം ഉൻകി പ്രമുഖ കൃതിയാം ഹെ. അദ്ദേഹത്തിൻ്റെ 2 കൃതികളുടെ പേരുകളാണ് പറഞ്ഞത്, യുഗധാര ഔർ താലാബ് കി മച്ലിയാം. ഉൻകി ഏക് ചോട്ടി സി കവിത ഹെ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്നും ഔർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം എന്നുമാണ്. ഈസ് കവിതയ്ക്ക് 2 ഭാഗ് ഹെ. ഈ കവിതയ്ക്ക് 2 ഭാഗങ്ങളായിട്ടുണ്ട്. പഗലാ ഭാഗെന്നും ദൂസരാ ഭാഗെന്നും. പഗലാ ഭാഗ് അകാൽ കോ ചിത്രിത് ഹെ. ഔർ ആദ്യ ഭാഗം അകാലിനെയാണ് ചിത്രീകരിക്കുന്നത്. ഔർ ദൂസരാ ഭാഗ്, 2ാം ഭാഗം അകാൽ കെ ബാദ് കി അവസ്ഥ, അകാലിന് ശേഷമുള്ള കാര്യങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ആദ്യത്തെ 4 വരി തന്നിട്ട് ഏക് കിസ്കാ ചിത്രൻ ഹെ എന്ന് ചോദിച്ചാൽ അകാൽ കോ ചിത്രിത് ഹെ. ഔർ ദൂസരാ ഭാഗമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ കിസ്കാ ചിത്രൻ കിയാ ഹേ, അകാൽ കെ ബാദ് കാ ചിത്രൻ, അകാലിന് ശേഷമുള്ള വരികളാണ്. 2 നിർജീവ വസ്തുവേയും പകലേ ഭാഗമേ ആദ്യ ഭാഗത്തിൽ 2 നിർജീവ വസ്തുവേയും 2 നിർജീവമായ വസ്തുക്കൾ, ജൈസേ ചൂൽഹ. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. 2 നിർജീവമായ വസ്തുക്കൾ, ഒന്ന് ചൂൽഹയും 2 ചക്കിക്കെ ഉദാഹരൺ സേ. ചക്കി, അടുപ്പ്, നമ്മൾ പൊടിപ്പ് കല്ല്, ആ ചക്കിയുടെ ഉദാഹരണത്തിലൂടെ. അപ്പം പകലാ ഭാഗ് ചൂൽഹ ഔർ ചക്കി ജൈസേ 2 നിർജീവ വസ്തുവും കെ ഉദാഹരൺ സേ, ഉദാഹരണത്തിലൂടെ കവി ഭയാനക് അകാൽ കോ ചിത്രിത് ഹെ. ഭയാനകരമായിരിക്കുന്ന ആ ക്ഷാമത്തെ 2 നിർജീവ വസ്തുവിലൂടെയാണ് ചിത്രീകരിക്കുന്നത്. ഔർ 3 ജീവജന്തുവും ജൈസേ, 3 ജീവജന്തുക്കൾ. ആ ജീവജന്തുക്കൾ ആദ്യത്തെ വരികളിൽ തന്നെ പറയുന്നു. കാനി കുതിയ, ഒറ്റക്കണ്ണുള്ള നായ്, ചിബക്കലിയാം പല്ലി, ഔർ ചൂഹ എലി. ഈ തീനോം ജീവജന്തുവും കെ ഉദാഹരൺ സേ സമാജമേം പഠിനേവാലിയും സമൂഹത്തിൽ നിന്ന് വ്യാപിച്ചു പോയ ഭയാനക അകാൽക്കോ, ഭയാനകരമായ ആ ക്ഷാമത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ 4 വരി നോക്കിയാൽ എന്തായാലും ആദ്യത്തെ 4 വരിയിൽ പറഞ്ഞിരിക്കുന്നത് കൈ ദിനോം തക്ക് ചൂൽഹാ രോയ. ചൂൽഹാ രോന ഇസ്കാ മതലബ് ക്യാ ഹേ. പരീക്ഷയ്ക്ക് ചോദിക്കും ചൂൽഹാ രോന ഇസ്കാ മതലബ് ക്യാ ഹേ. ഗർമേം അകാൽ സേ, ക്ഷാമം കൊണ്ട്, ഗർമേം ഏക് ദാനാഭി നഹിം, 1 മണി ധാന്യം പോലുമില്ല. ഇസ് സേ ചൂൽഹാ ജൽത്താ നഹിം, ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ചൂൽഹ കത്തുന്നില്ല. ചൂൽഹേക്കാ ധർമ്മ, ചൂൽഹയുടെ ധർമ്മം എന്ന് പറയുന്നത് സദാ ജൽനാഹെ, കത്തുക എന്നുള്ളത്. ജൽനേക്കെ ബിന വഹ് ഉദാസീനതാമ്യം പടയുക. ജൽന കത്തിയില്ലെങ്കിൽ അതെങ്ങനെ കിടക്കും, ഉദാസീനതയോടുകൂടി കിടക്കും. അപ്പോൾ ഇസ്കാ മതലബ് ഹേ ചൂൽഹ രോയ. അവർ ചക്കി രഹി ഉദാസ്, ചക്കി രഹി ഉദാസ്. ചക്കി കാ ധർമ്മ ക്യാ ഹേ. ചക്കി അനാജോം കോ പീസ്താ ഹേ, ധാന്യങ്ങളൊക്കെ പൊടിക്കുക എന്നുള്ളതാണ് കിസ്കാ ധർമ്മ, ആരുടെ ധർമ്മം എന്ന് പറയുന്നത്, ചക്കി കാ ധർമ്മ. എഹാംബർ അകാൽ സേ ഗർമേം കൊയ് ദാനാഭീനഹിം, 1 മണി ധാന്യം പോലുമില്ല. ഇസ് സേ ചക്കി ഉദാസീനതാമേം പട്ടാ ഹേ എന്ന് കവി പറയുന്നു. അവർ ദൂസരി അടുത്ത വരിയിൽ എന്താ പറഞ്ഞത്, കൈ ദിനോം തക്ക് കാനി കുതിയ സോയി ഉൻകെ പാസ്, കിൻകെ പാസ് സോയി പടി ഹേ. ചക്കി ഔർ ചൂൽഹെ കെ പാസ് കൈ ദിനോം സേ, കോൻ ആര്, കാനി കുതിയ ഒറ്റക്കണ്ണുള്ള നായി, ഇവയ്ക്ക് 2ഉമായിട്ട് കൈ ദിനോം സേ കുറേ നാളുകളായിട്ട് എന്ത് സോയി പടി ഹേ,
इसका मतलब क्या होगा? इन दोनों का अपना धर्म निभाने पर दोनों अपना धर्म निभाने पर രണ്ടുപേരും തൻ്റെ കർമ്മം നിർവഹിക്കുമ്പോഴാണ് കാനി കുതിയാക്ക പേട് പരേക. കാനി കുതിയക്ക് എന്ത് ചെയ്യുക? വയറ്. അപ്പോൾ കാനി കുതിയാക്കി ഹാലത്ത് ബഹുത്ത് ബുരായി ഹെ. കാനി കുതിയയുടെ ഹാലത്തും വളരെ മോശമാണ്. ഉത്തന ഭയാനക് അകാല്, അത്ര ഭയാനകരമായ ക്ഷാമം സമൂഹത്തിലുണ്ടെന്ന് അതിലൂടെ അവതരിപ്പിക്കുന്നു. और कई दिनों तक लगी भीद पर चिबकलियों की गस्त. ചിബക്കലിയാം, ഭീത് എന്ന് വെച്ചാൽ ഭിത്തി, ദീവാറ്. ചിബക്കലിയാം, പല്ലികൾ, ഗസ്ത് പരാജയപ്പെട്ട് ഇധർ ഉധർ ഭടക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. ഇസ്കാ മതലബ് ക്യാ ഹേ? ഗർമേം ഏക് ബൂന്ത് തേൽ ഭീ നഹിം. വീട്ടിൽ ഒരു തുള്ളി എണ്ണ പോലുമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ക്യാ മതലബ് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിബക്കലിയാം സ്യാദാദർ ചോട്ടെ ചോട്ടെ പ്രാണിയോം കോ. ചിബക്കലിയാം എന്താ കഴിക്കുന്നത്? ചോട്ടെ ചോട്ടെ പ്രാണിയോം കോ. ചോട്ടെ ചോട്ടെ പ്രാണികൾ കഹാംബർ എവിടെയാണ് ദേക്സത്തെ കാണപ്പെടുന്നത്? ദീപോം കെ ചാരോം മോർ, വിളക്കിൻ്റെ 4 ഭാഗത്തുമാണ് കാണപ്പെടുന്നത്. യഹാം എന്ത് ചെയ്യുന്നു? ദീപ് നഹിം ജൽത്ത, ദീപ് കത്തുന്നില്ല. ഇസ്കാ കാരൻ ക്യാ ഹേ? ഇതിൻ്റെ കാരണം എന്താണ്? ഏക് ബൂന്ത് തേൽ ഭീ നഹിം, ഒരു തുള്ളി എണ്ണ പോലുമില്ല. ഭയാനക് അകാൽ ഹേ. അപ്പോൾ ചിബക്കലിയോം കെ ഉദാഹരൺ സേ കവി ഭയാനക് അകാൽക്കോ, ഭയാനകരമായ അകാലിനെയാണ് ചിത്രീകരിക്കുന്നത്. ഔർ ലാസ്റ്റ് വരി എന്താ പറഞ്ഞത്? കൈ ദിനോന്ത് ചൂഹേക്കോ ഭി ഹാലത്ത് രഹി. ശിഖസ്തു പരാജയപ്പെട്ടിരിക്കുന്നു. കോൻ, ആര്? നമ്മുടെ ചൂഹയും പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ചൂഹ ഗർസെയ ബാഗർസെ കിസി ഭി കോ ഖാ സക്താ ഹെ, എന്തു വേണമെങ്കിലും കഴിക്കും. ലേക്കിൻ ചൂഹേക്കോ ഭീ കുച്ച് നഹി മിൽത്താ ഹേ എന്ന് പറഞ്ഞാൽ അതിനേക്കായി ഭയാനകത സൂചിപ്പിക്കേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഭയാനക് അകാൽക്കോ ഈസ് കവിത സൂചിത് ഹേ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ 4 വരി നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.